ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡാൻസൊക്കെ കണ്ട് നിങ്ങൾക്ക് ബോറടിച്ചു എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ചിനായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് എടുത്തിട്ടിരിക്കുന്നത്. ഈ നാളത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയാം. അതിപ്പോൾ ഡാൻസ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ലൈക്ക് വാട്ട കിട്ടുന്നിടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് എല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളാണ് എൻ്റെ ഓഡിയൻസ്. സോ താഴെ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ എനിക്ക് വെക്കേഷൻ ആയത് കാരണം കുറച്ച് താമസിച്ചൊക്കെയാണ് കേട്ടോ രാവിലെ എഴുന്നേൽക്കുക. ഏകദേശം ഒരു 9:30 ആവും കേട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചു. പിന്നെ ഞാൻ മുഖത്ത് എന്നും ഐസ് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നും ഐസ് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഗുണങ്ങളുണ്ടാവും. കോട്ടണിൽ വേണം ഐസ് മുഖത്ത് വയ്ക്കാൻ. ഡയറക്റ്റ് ഐസ് വെക്കുന്നത് അത്ര നല്ലതല്ല. അങ്ങനെ രാവിലെ ഐസൊക്കെ വെച്ചു. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അമ്മ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും വിചാരിക്കുന്നത്. ഞാൻ ഇന്ന് സ്റ്റോറി ബുക്ക് വായിക്കും കേട്ടോ. ദ മാജിക് ഓഫ് ദി ലോസ്റ്റ് സ്റ്റോറി എന്ന ബുക്കാണ് ഞാൻ ഇന്ന് വായിക്കുക. എനിക്കിത് ഇത്തരം തന്നെ ഒരെണ്ണം കൂടിയുണ്ട്, ദ മാജിക് ഓഫ് ദി ലോസ്റ്റ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്. എനിക്കിത് കോംബോ ഓഫറായിട്ട് മീഷോയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ അതും വായിച്ച് പിന്നെ ഒരു 2 മുറുക്കും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ എണ്ണയൊക്കെ തേച്ചാണ് കേട്ടോ ഇന്ന് കുളിക്കുന്നത്. അങ്ങനെ തലയിലൊക്കെ എണ്ണയൊക്കെ നിറച്ച് തേച്ചു. അപ്പോൾ നിങ്ങൾക്കും വെക്കേഷനൊക്കെ ആയില്ലേ? ഇനി നിങ്ങൾ എത്രാം ക്ലാസ്സിലേക്കൊക്കെയാണെന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ എങ്ങും പോകുന്നൊന്നുമില്ല, എന്നാലും ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരുങ്ങും കേട്ടോ. അങ്ങനെ ഒരുങ്ങി പ്രസാദമൊക്കെ തൊട്ടു. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. രാവിലെ ഞാൻ കഴിച്ചില്ലായിരുന്നു കേട്ടോ, ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ആലു പറാത്ത ആയിരുന്നു കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. ഞാനാണ് പരത്തിയത്, അത് കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ബാക്കിയൊക്കെ അമ്മയാണ് കേട്ടോ ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മ ഞാൻ സഹായിക്കാറൊക്കെ ഉണ്ട്. നിങ്ങൾ അമ്മമാരെ സഹായിക്കാറുണ്ടോ? എല്ലാം കമൻറ്റ് ഉണ്ടോ കേട്ടോ. നിങ്ങൾ കമൻറ്റ് ഇട്ടാലേ എനിക്കൊരു എനർജി ഉണ്ടാവുള്ളൂ. എനർജി അല്ല, ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ കറക്റ്റ് മീനിങ് അറിഞ്ഞുകൂടാ. വെക്കേഷൻ ആയത് കാരണം വെക്കേഷൻ ആക്ടിവിറ്റി ഒക്കെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ അനിയത്തി ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഡാൻസ് പഠിപ്പിക്കണമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട്. ഇച്ചിരി സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും തിന്നാൻ തോന്നിട്ടോ ഉച്ചയൊക്കെ ആകുമ്പോൾ. അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ പുലിമുരുകനൊക്കെ കണ്ട് വൈകുന്നേരം ആയപ്പോൾ ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് നമ്മൊക്കെ ചൊല്ലും. നിങ്ങളൊക്കെ നാമം ചൊല്ലാറുണ്ടോ ഡെയിലി? അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് രാത്രി പിന്നെ അമ്മയുടെ സീരിയൽ ടൈമാണ് കേട്ടോ. പിന്നെ അമ്മ ഒന്നും വയ്ക്കാൻ സമ്മതിക്കില്ല. സോ അതൊക്കെ ഇരുന്ന് കണ്ടു. പിന്നെ രാത്രി ഫുഡ് കഴിക്കാനുള്ള സമയമായി. ചോറായിരുന്നു കേട്ടോ ഞാൻ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗുഡ് നൈറ്റ്.